നമ്മുടെ ശരീരത്തിലെ ഇങ്ങനെ വെളുത്ത നിറവ്യത്യാസങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഡൗട്ടായിരിക്കും, ഇത് വെള്ളപ്പാണ്ടാണോ അതോ അല്ലേ എന്നുള്ളത്. ഈ വെള്ളപ്പാണ്ടല്ലാത്ത പല രോഗങ്ങൾക്കും ഈ വെളുത്ത നിറവ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്ത നിറവ്യത്യാസം വരുമ്പോൾ തന്നെ ആദ്യമേ വെള്ളപ്പാണ്ടാണെന്ന് പറയാതെ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം തീരുമാനം എടുക്കുക. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്കിൻ ബയോപ്സിയാണ്. ഈ സ്കിൻ ബയോപ്സി ചെയ്തു കഴിഞ്ഞാൽ അവിടെ മെലാനോസൈറ്റ്സ് എന്നുള്ള സെല്ലിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളപ്പാണ്ടാണെന്നാണ്. ഈ മെലാനോസൈറ്റ്സ് ആണ് നമ്മളെ മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണവസ്തു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് വെള്ളപ്പാണ്ടാണെന്ന്. അതുപോലെ തന്നെ ബ്ലഡ് നമ്മൾ CBC ചെയ്യുമല്ലോ, അത് ചെയ്യുമ്പോൾ ഈസ്നോഫിൽസ്, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് ഈസ്നോഫിൽസിൻ്റെ ഒക്കെ കൗണ്ട് നോക്കുക. അതുപോലെ തന്നെ IgE ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ അലർജിയിൽ പിറ്റീരിയാസിസ് ആൽബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷനിൽ വെളുത്ത നിറവ്യത്യാസങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചിലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വെളുത്ത നിറവ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതായത് തൈറോയിഡ് ഡിസീസ് ഒക്കെ ഉള്ള ആളുകളിൽ വെള്ളപ്പാണ്ട് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ANA പ്രൊഫൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ വെള്ളപ്പാണ്ടിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി അത് വെള്ളപ്പാണ്ടാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക.